കൊടും ചൂടിൻ്റെ പെരും ചൂടിൻ്റെ വാർത്തകൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വയനാട്ടിൽ നിന്ന് ഒരു കുളിർമയുള്ള വാർത്തയുണ്ട്. മീനങ്ങാടിയിൽ ഇപ്പോൾ കനത്ത മഴയാണ്, ശക്തമായ കാറ്റുമുണ്ട്, മഴയുമുണ്ട്, ആലിപ്പഴ വർഷവും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതേ സമയത്ത് തന്നെ അവിടെ റോഡിന് കുറുകെ പാപ്ലശ്ശേരി മൂന്നാനക്കുഴി റോഡിന് കുറുകെ മരം വീണിട്ടുണ്ട്. അത് അവിടെ ഗതാഗത തടസ്സം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മാറ്റാനുള്ള ശ്രമങ്ങളുണ്ട്. അപ്പോൾ കനത്ത മഴ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഫൈസൽ നെടുമ്പാല ചേരുകയാണ് വിവരങ്ങളുമായി. വയനാട്ടിൽ നിന്ന് ഫൈസൽ, TV സ്ക്രീനിലൂടെ മഴ കാണുമ്പോൾ തന്നെ നമുക്കൊരു കുളിര് വരുന്നുണ്ട്. അപ്പോൾ വലിയ ആലിപ്പഴം വീഴുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങളും കാണുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ വലിയ തോതിൽ അപകടവും പല സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടല്ലേ? 3 മണിയോട് കൂടിയാണ് അപ്രതീക്ഷിതമായി വേനൽമഴ വയനാട്ടിൽ പെയ്തത്. പലയിടത്തും ശക്തമായ മഴ തന്നെ പെയ്തിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് പോലെ തന്നെ പലയിടത്തും ആലിപ്പഴ വർഷവും ഉണ്ടായിട്ടുണ്ട്. പാപ്ലശ്ശേരി, അഴീക്കോട് നഗർ, കവളമറ്റ ഭാഗങ്ങളിലാണ് ഏറ്റവും അധികം മഴ പെയ്ത. ആ ഭാഗങ്ങളിൽ വ്യാപക കൃഷിനാശവും സംഭവിച്ചിട്ടുണ്ട്. പാപ്ലശ്ശേരി മൂന്നാനക്കുഴി റോഡിന് കുറുകെ മരം വീണു. ഈ മരം മുറിച്ചു നീക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 3 മണിയോട് കൂടിയാണ് മഴ ആരംഭിച്ചത്. അതുമാത്രമല്ല ബത്തേരി, പുൽപ്പള്ളി, കൽപ്പറ്റ ഉൾപ്പെടെയുള്ള മേഖലയിലും മഴ പെയ്തിട്ടുണ്ട്. ഇപ്പോൾ മഴയ്ക്ക് നേരിയ ശമനം സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും വയനാട്ടിൽ ഇപ്പോൾ കനത്ത മഴയാണ്, വേനൽ മഴ അതിശക്തമായി പെയ്യുകയാണ്. പക്ഷേ അവിടെ വലിയ തോതിലുള്ള അപകടങ്ങൾ, കൃഷിനാശം എല്ലാം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം.